2 തിമോഥെയോസ് അധ്യായം 4. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്: വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്ക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രെസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മ ലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെമ്പുപണിക്കാരൻ അലക്സണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫെരോസിൻ്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ച് ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. യൂബൂലോസും പൂദേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തു നിന്റെ ആത്മാവോടു കൂടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.